സുഹൃത്തുക്കളെ, ഹൻസുമോളാണെങ്കിൽ വെജിറ്റബിളിൻ്റെ പച്ചക്കായ എടുത്ത് വെച്ചിട്ട് ഭയങ്കര ബഹളം. അവൾക്കതിന് തൊലി പൊളിച്ച് ഞാൻ കൊടുക്കണം, കഴിക്കാൻ വേണ്ടി. എങ്ങനെ കഴിക്കാൻ കൊടുക്കും? പച്ചക്കായല്ലേ. അവളുടെ വിചാരം അത് ബനാനയെന്നാണ്. അതിൻ്റെ ബഹളമാണ്. ഞാൻ ഇന്നലെ ചിക്കൻ പീസ് 3-4 എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. സാമ്പാർ അടുപ്പത്തേക്ക് വെച്ചേക്കാണ്. ഏകദേശം 1 മണിക്കൂറായി ഗൈസ് ഞാൻ അടുപ്പത്ത് സാമ്പാർ വെച്ചിട്ട്. ഞങ്ങൾക്ക് വീട്ടിൽ കറണ്ട് മിന്നി വന്നും പോയി നിൽക്കുന്നു. ഏകദേശം 1 മണിക്കൂറായി കേട്ടോ ഈ പ്രോബ്ലം തുടങ്ങിയിട്ട്. ശരിയാവുമായിരിക്കും. ഇതുപോലെ ഓഫായി പോവും, ഓണാവും. അങ്ങനെയാണ് അവസ്ഥ. ഇൻജക്ഷൻ്റെ പ്രോബ്ലം അല്ല, കറണ്ടിൻ്റെ പ്രോബ്ലമാണ്. അങ്ങനെ ഞാൻ ചിക്കനിൽ മിക്സൊക്കെ പുരട്ടി എടുത്തിട്ടുണ്ട്. ഞാൻ എയർ ഫ്രയറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്കിത് മിക്സൊക്കെ പുരട്ടി അരമണിക്കൂർ വെച്ചിട്ട് പതുക്കെ ഓണാക്കാം. അപ്പോഴത്തേക്കും കറണ്ടിൻ്റെ പ്രോബ്ലം എല്ലാം മാറി റെഡിയാവും. ഇനി നമുക്കിത് ഇതുപോലെ അങ്ങ് അടച്ച് വെക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഓണാക്കാം. അപ്പോഴത്തേക്ക് കറണ്ടൊക്കെ ശരിയാവും. ഹൻസുമോളാണെങ്കിൽ ഒരു സൈഡിൽ കൂടെ മുകളിൽ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം താഴോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. അവളുടെ പണി അവളെടുക്കുന്നു. ഞാൻ ഉച്ചത്തേക്ക് പാസ്തയാണ് കേട്ടോ സുഹൃത്തുക്കളെ തയ്യാറാക്കുന്നത്. കുറേ നാളായി പാസ്ത ഉണ്ടാക്കിയിട്ട്. പാസ്തയ്ക്ക് വേണ്ടി എടുത്ത വെജിറ്റബിൾ ക്യാബേജും ക്യാരറ്റും സവാളയും 1 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. നേരത്തെ ഞാൻ പാസ്ത വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ പാസ്ത നീളം പാസ്തയാണ്. അല്ലെങ്കിൽ ഞാൻ ചെറിയ പാസ്തയാണ് മേടിക്കാറ്. അവിടെ സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പം ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വേറെ ഒന്നും കണ്ടില്ല. പിന്നെ ഞാൻ ഇതങ്ങ് മേടിച്ചു. കുറേ നാളായി വീട്ടിലുണ്ടാക്കിയിട്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, ഹൻസുമോൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഹൻസുമോളാണെങ്കിൽ വേവിക്കാതെ അതിൻ്റെ വേവിക്കാൻ എടുത്ത സമയത്ത് 2-3 എടുത്ത് ചുമ്മാ അവൾ കടിച്ചുകൊണ്ട് കഴിക്കുമായിരുന്നു. കഴിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ പാസ്തയൊക്കെ റെഡിയായി. ഇനി സാമ്പാറിന് കടുക് കൂടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ ചോറിൻ്റെ കൂടെയുള്ള കറികളൊക്കെ ഞാൻ ആക്കിയെടുത്തു കേട്ടോ. സാമ്പാറും ചിക്കൻ ഫ്രൈയും, ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ്റെ ഗ്രേവി ഇരിപ്പുണ്ട്, പിന്നെ അച്ചാർ. ഇത്രയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇനി പതുക്കെ ചോറുണ്ടാക്കിയെടുത്താൽ മതി. ഹൻസുമോൾക്ക് പാസ്ത കഴിക്കാൻ കൊടുത്തിട്ട് പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കാനുണ്ട് ഗൈസ്. കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഹൻസുമോൾ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാതെ അത് മാത്രം നീളമായതുകൊണ്ടേ പാസ്ത മാത്രം അതിനെ പറക്കി കഴിക്കുമായിരിക്കും. അവളുടെ രീതി അനുസരിച്ച് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ആയിരിക്കും അവൾ കഴിക്കുന്നത്. ഞാനും കഴിക്കാൻ പോവാണ് ഗൈസ്.